ഈ മൗത്ത് ലീക്ക് വരാനുള്ള കാരണം എന്താണ് ബ്ലാഡറിന്റെ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ മൗത്ത് ലീക്കായിട്ട് വെറുതെ കാശ് പോകുന്നുണ്ട്. അതിനൊരു സൊല്യൂഷൻ പറഞ്ഞാണ് ഫസ്റ്റ് ക്വാളിറ്റി അല്ലായ്മ. രണ്ടാമത് നമ്മൾ ഈ ബ്ലേഡിൽ നമ്മൾ ഹെയർ അടിക്കുന്ന പിന്ന് കറക്റ്റായിട്ട് സെൻട്രൽ വെച്ച് ഇറക്കുകയാണെങ്കിൽ അതിന്റെ മൗത്തിന് കംപ്ലൈന്റ് വരില്ല. അർജന്റായിട്ട് ഇതേപോലെ ഓടി വന്ന് തിരിച്ച് കയറ്റി കഴിയുമ്പോൾ അതിന്റെ ഈ ബ്ലേഡിന്റെ ഉൾവശം നമുക്ക് ബ്ലേഡർ ഇങ്ങനെ ഫുൾ ബ്ലേഡർ ആകുമ്പോൾ കാണാൻ പറ്റില്ല. നമ്മൾ അതുകൊണ്ട് ആ ബ്ലേഡർ മുറിച്ച് പൊളിച്ച് കാണിച്ചു തരാണ്. ഇതാണ് ഇതിന്റെ ഉള്ളിലത്തെ കാറ്റ് പോകാതിരിക്കാനുള്ള അതിന്റെ ടെക്നിക്ക്. വേറൊന്നും ഇതിലില്ല. വേറെ നമ്മൾ നെട്ടോ ബോൾട്ടോ ഒന്നും തന്നെ ഇല്ല. ഈ ബ്ലേഡർ തമ്മിൽ ഇതിന്റെ എഡ്ജ് കൂട്ടി ജോയിന്റ് ആവുമ്പോഴാണ് ഇത് ഹെയർ നിൽക്കണത്. നേരെ മറിച്ച് നമ്മൾ ചെരിച്ച് ഇങ്ങനെ തള്ളി കയറ്റി കഴിയുമ്പോൾ ഇതിന്റെ സൈഡ് പൊട്ടും. സൈഡ് പൊട്ടുമ്പോൾ അതിന് ഹെയർ ലീക്ക് ആവണം. ഇതാണ് മൗത്ത് ലീക്ക് വരാനുള്ള കാരണം. ശ്രദ്ധിച്ച് പിൻ ചെയ്യുക. ബോൾ എപ്പോഴും ഇങ്ങനെ കൂട്ടി പിടിച്ചുകൊണ്ട് വേണം ഇതിലേക്ക് ഹാൻഡിൽ ചെയ്യുക. ഇത് താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ കയറ്റി കഴിയുമ്പോൾ പ്രോബ്ലംസ് വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.